നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം യുക്തിപരമാണെന്നും നഞ്ചങ്കോട് റെയിൽവേ പദ്ധതി അടഞ്ഞ അധ്യായമല്ലെന്നും MI ഷാനവാസ് MP പറഞ്ഞു. നിലമ്പൂർ നഗരസഭ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു MP. നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിൽ ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കുന്നു. MI ഷാനവാസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം പദ്ധതിക്കായി നീക്കിവെച്ചു. പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ഷാനവാസ് MP നിർവഹിച്ചു. കാളികാവ് അമ്പലക്കടവ് പാലം റോഡിന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിയായി. മൊത്തമായി 25 ലക്ഷം രൂപയാണ് അധികൃതർ നഷ്ടപരിഹാരമായി നൽകുക. 20ഓളം ചെറുപ്പക്കാരുടെ ശ്രമദാനത്തിന്റെ ഫലമായി റോഡ് ഗതാഗത യോഗ്യമായി. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കേരള എസ്റ്റേറ്റ് പുതിയകട കേലംപറ്റ റോഡാണ് ഗതാഗത യോഗ്യമാക്കിയത്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനം യുക്തിപരമെന്ന് MI ഷാനവാസ് MP. നിലമ്പൂർ നഗരസഭ നിർമ്മിക്കുന്ന ആധുനിക ഗ്യാസ് ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. വളരെ നയതന്ത്ര പ്രാധാന്യം അർഹിക്കുന്ന ഡിപ്ലോമാറ്റിക്കുമായിട്ടുള്ളൊരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. ഞാൻ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ആരെങ്കിലും മുൻകൈ എടുക്കാതെ തമിഴ്നാട് പറയട്ടെ, നമ്മൾ പറയട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഡാമാണ്. ആ ഡാം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനു വേണ്ട ഒരു ആദ്യത്തെ സമാധാനത്തിന്റെ ഒരു ദൂതാണ് ഉമ്മൻചാണ്ടിയുടെ ഈ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം തമിഴ്നാട്ടിൽ ഈ രോഷാകുലരായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ മനസ്സ് തണുപ്പിക്കുകയും തമിഴ്നാട്ടിൽ ജീവിക്കുന്ന 60 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് സുരക്ഷ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾ അക്രമാസക്തരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്ത തീരുമാനം പ്രശ്നപരിഹാരത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നും ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സർവകക്ഷി യോഗം വിളിക്കുക എന്നത് പ്രായോഗികമല്ലെന്നും MI ഷാനവാസ് MP നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂർ നഞ്ചൻകോട് പാത എന്നത് അടഞ്ഞ അധ്യായമല്ലെന്നും സാമ്പത്തിക പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നവുമാണ് നിലവിൽ പാതയ്ക്ക് തടസ്സം നിൽക്കുന്നതെന്നും ഇത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രികാല യാത്രാ നിരോധന സമയം വർദ്ധിപ്പിക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും MP ഷാനവാസ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭയുടെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആധുനിക ഗ്യാസ് ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ശിലാസ്ഥാപന കർമ്മം ഇന്ന് നടന്നു. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്യാസ് ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം MP MI ഷാനവാസ് നിർവഹിച്ചു. സമ്പൂർണമായി ഏജ് എല്ലാം കഴിഞ്ഞ് സെഞ്ചുറി അടിച്ചവർ മാത്രമേ അവിടെ വരാവൂ എന്നാണ് MP എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇത് അനുദിനം ഇത് പുഷ്പിക്കട്ടെ എന്ന് ശ്മശാനത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് VV പ്രകാശ് അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് ഇപ്പോഴൊന്നും വരണ്ട, ഒരു 10-40 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വന്നാൽ മതി. ഏതായാലും ഇതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിന് കുളിർമയാണ്. ഇത് ഏതാണ് ഇതിന്റെ അതിർത്തി എന്ന് ചോദിച്ചപ്പോൾ അന്ന് ബാപ്പുട്ടിയും മോഹനക്കുറുപ്പുമായി ഞാനുണ്ടാക്കിയ ധാരണ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ കുടുംബങ്ങൾക്കും, നിലമ്പൂർ മാത്രമല്ല നിലമ്പൂരിന്റെ വെളിയിൽ ഉണ്ടെങ്കിൽ ഇവർ കോണ്ടാക്ട് നമ്പർ കൊടുക്കും. ആ കോണ്ടാക്ട് നമ്പർ അന്ന് ശ്മശാനം ഫ്രീ ആണെങ്കിൽ അവർക്കും കൊണ്ടുവന്ന് ശവസംസ്കാര പ്രക്രിയ നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇതൊരു വലിയ ഒരു അത്ര മനസ്സ് നിറഞ്ഞ ഒരു സംഗതിയാണ്. നിലമ്പൂർ TB പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ആരേടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അടുക്കത്ത് ആസിയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA റസാഖ്, KS വിജയം, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയക്കുട്ടി ടീച്ചർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VV പ്രകാശ്, K ശിവശങ്കരൻ, KT കുഞ്ഞാൻ, NA കരീം, VA കരീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് സ്വാഗതവും കൌൺസിലർ ബിന്ദു രവികുമാർ നന്ദിയും പറഞ്ഞു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ഗ്യാസ് ശ്മശാനം നിർമ്മിക്കുന്നത്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ 9 വാർഡുകളുടെ ഫലം മാത്രമാണ് പുറത്തുവന്നത്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ EMS ഭവന പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് UDF സംവിധാനത്തിൽ വിള്ളൽ സംഭവിച്ചത്.
തുടർന്ന് ഇരു പാർട്ടികളും പരസ്പരം റോഡരികൾ വാഗ്പാറ്റ് നടത്തി പ്രശ്നം രൂക്ഷമാക്കുകയായിരുന്നു. ഇതിനുശേഷം വന്ന കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് എല്ലാവരും ചേർന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് തല തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. തുടർന്ന് CPM-ഉം ലീഗും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുവെന്ന് കോൺഗ്രസും ആരോപണമുന്നയിച്ചു. എന്നാൽ 2 ദിവസങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 15 വാർഡുകളിൽ 9 എണ്ണത്തിന്റെ മാത്രം ഫലം പ്രഖ്യാപനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിൽ 4 എണ്ണം മുസ്ലിം ലീഗും 4 എണ്ണം കോൺഗ്രസും നേടി തുല്യബലത്തിൽ നിൽക്കുമ്പോൾ CPM-ന് 1 വാർഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ബാക്കി വന്ന 6 വാർഡുകളുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ മൂത്തടത്ത് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ നടക്കുന്ന കുടുംബശ്രീ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണോ ലീഗിനാണോ ശക്തിയെന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഗ്രാമീണ പ്രദേശങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് പലിശ പണമിടപാട് നടത്തുന്ന തമിഴ്നാട്ടുകാരെ വിരട്ടിയോടിച്ചു. ചോക്കാട് പഞ്ചായത്തിലെ മാളിയേക്കലിൽ നിന്നാണ് തമിഴ്നാട്ടുകാരായ പണമിടപാട് സംഘത്തെ ഓടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ പ്രശ്നം പറഞ്ഞാണ് ഒരു സംഘം ആളുകൾ സംഘടിച്ച് പണമിടപാടുകാർക്ക് നേരെ തിരിഞ്ഞത്. മലയോരത്തെ ഉൾഗ്രാമങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് പലിശയ്ക്ക് പണം കൊടുക്കുന്ന സംഘങ്ങൾ ധാരാളമുണ്ട്. 1000 രൂപയ്ക്ക് ഒരു മാസത്തിന് 300 രൂപ വരെ പലിശ ഈടാക്കിയാണ് പണം കൊടുക്കുന്നത്. പണം കൊടുക്കുമ്പോൾ തന്നെ ഇടപാടുകാർ പലിശ തുക കഴിച്ചുള്ള 700 രൂപയാണ് നൽകുക. തിരിച്ച് 1000 രൂപ അടച്ചു തീർക്കണം. ആഴ്ചതോറും വീടുകളിലെത്തി സംഘം അടവ് തുക പിരിച്ചെടുക്കുന്ന രീതിയാണ് ഉള്ളത്. സ്ത്രീകൾക്കാണ് ഇവർ പണം നൽകുന്നത്. ഇടപാട് മുടക്കാതെ സഹകരിക്കുന്ന മലയാളികളെ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ആക്രമിക്കുകയും സാമ്പത്തിക നഷ്ടം വരുത്തുന്നതിലും പ്രതിഷേധിച്ചാണ് മാളിയേക്കലിൽ നാട്ടുകാർ അണ്ണൻ വട്ടിക്കാർക്കെതിരെ തിരിഞ്ഞത്. വിരട്ടി ഓടിച്ച തമിഴ്നാട്ടുകാർ ചോക്കാട് പഞ്ചായത്ത് അധികൃതരോട് പരാതിപ്പെട്ടു. അധികൃതർ പണമിടപാടായതിനാൽ പോലീസിൽ പരാതിപ്പെടുന്നതിന് തടസ്സമാണ്, പണം തിരിച്ചടയ്ക്കാതിരിക്കുവാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പണമിടപാട് സംഘം പറയുന്നത്. കാളികാവ്, കരുവാരകുണ്ട്, ചോക്കാട്, അമരമ്പലം തുടങ്ങിയ മലയോര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അണ്ണൻവട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന പണമിടപാട് നടത്തുന്ന സംഘങ്ങൾ ധാരാളമുണ്ട്. ഉൾഗ്രാമങ്ങൾ സ്ഥിരം ഇടപാട് കേന്ദ്രങ്ങളാക്കി സംഘം മാറ്റിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് വിരട്ടി ഓടിക്കുന്നതിന് നേതൃത്വം നൽകിയവർ പറയുന്നത്. സ്ത്രീകളുമായിട്ട് നടത്തുന്ന ഇടപാടിലൂടെ മലയാളികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്നും ഇതിന് തടയിടുവാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുമാണ് ഇവർ പറയുന്നത്. സംഘത്തെ എതിർക്കാൻ നാട്ടുകാർ ഉറച്ചു നിന്നതോടെ എങ്ങനെയെങ്കിലും പണം തിരിച്ചുപിടിക്കണമെന്ന നിലപാടിലാണ് തമിഴ്നാട് സംഘത്തിന്റേത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.